ഹലോ പുതിയ വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം. നോമ്പൊക്കെയാണ്, ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പൊ ഇന്ന് വലിയ ക്ഷീണമല്ല, ഇന്ന് ലീവ് ആയതുകൊണ്ട് വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് വരാൻ കാരണം ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാണ്. വേറൊന്നുമല്ല, ഞാൻ എൻ്റെ പല്ലിൽ കമ്പി എത്തിയതിനു ശേഷം അവിടുന്ന് ഇതുവരെയുള്ള ഒരു ജേണി ഉണ്ടല്ലോ, അതൊന്ന് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് കരുതി കേട്ടോ. അപ്പൊ ഇനി പല്ലിൽ കമ്പി ഇടാനൊക്കെ ആഗ്രഹിക്കുന്നവര് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് ഒന്ന് ഹെൽപ്ഫുൾ ആവും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ പല്ലിൽ കമ്പി ഇടണം എന്ന് ഉള്ള ആഗ്രഹം കുറേ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. പക്ഷെ അന്നൊന്നും പറ്റിയില്ല. കാരണം ഓരോ കാര്യം ഓരോ സാഹചര്യങ്ങൾ കൊണ്ടും എന്താ പറയാ, അത് ഇടാൻ പറ്റാണ്ട് അങ്ങനെ പോയി. പിന്നെ ഇപ്പോഴാണ് ഞാൻ പല്ലിൽ കമ്പി ഇട്ടത് കേട്ടോ. ഇപ്പൊ ഞാൻ ഇട്ടിട്ട് ഇപ്പൊ ഒരു 1.5 വർഷം ആവണു. ഈ നവംബർ വന്നു കഴിഞ്ഞാൽ 2 വർഷം ആവും കേട്ടോ. അപ്പൊ ഇപ്പൊ പല്ലൊക്കെ ഏകദേശം സെറ്റായി. ഒരു 2 മാസം കൂടെ ഇട്ട് കഴിഞ്ഞാൽ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടില്ല, ആദ്യന്റെ പല്ല് നല്ല ഗ്യാപ്പ് ആയിരുന്നു. നല്ല ഗ്യാപ്പ് എന്ന് വെച്ചാൽ ഞാൻ അതിന്റെ കൂടെ ഞാൻ എന്റെ പഴയൊരു ഫോട്ടോ കൂടെ ഞാൻ വെക്കാട്ടോ. ചിലപ്പോൾ തമ്മനയിലായിട്ട് ഞാൻ അതാവും വെക്കുക. നല്ല ഗ്യാപ്പും ഒരിത്തിരി പൊക്കമുള്ള ഒരു പല്ലായിരുന്നു എന്റെ പല്ല്. ആ പല്ലിന്ന് ഇപ്പൊ ഈ ഒരു ലെവൽക്ക് ഇപ്പൊ ഈ ഒരു 1.5 വർഷം കൊണ്ട് എത്തിയിട്ടുണ്ട്. ഒരു 2 മാസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്പി എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ആ ഒരു ഇട്ട അന്ന് തൊട്ടിട്ടുള്ള ആ ഒരു ജേണി എങ്ങനെയാണെന്നുള്ളത് ഒന്ന് പറയാന്ന് കരുതിയിട്ടാണ് വന്നത്. അപ്പൊ എന്റെ പുതിയ വീഡിയോയിലോട്ട് എന്റെ എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം കേട്ടോ. കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് സെറ്റ് ആവും എന്ന് പറഞ്ഞാൽ ഇത്ര ടൈമൊന്നും എടുക്കേണ്ടി വരില്ല. കാരണം ഇത് മൂപ്പ് കൂടുന്തോറും ഇത് ടൈറ്റ് ആവാനുള്ള ഒരു ടൈമും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നീണ്ടു പോകുന്നതാ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ഏതായാലും ഇതിന്റെ നല്ല പൊന്തി അങ്ങനെ നിൽക്കുന്ന ഒരു പല്ലല്ലായിരുന്നു. ഇതിന്റെ ഗ്യാപ്പ് ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ടാവണം ഒരു 1.5 വർഷം കൊണ്ട് റെഡി ആയത്. നല്ല പൊക്കും ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും എന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. ഇത് 1.5 വർഷം കൊണ്ട് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ 4 സൈഡ് ഉണ്ടല്ലോ, 4 കോട്ടിലെ സൈഡ്, അവിടെ നമുക്കൊന്ന് റബ്ബർ ഇട്ട് തരും. അവിടെ ചെറിയൊരു ഗ്യാപ്പ് വന്നാലാണ് ഒരു പൈറ്റ് എന്ന സാധനം ഉണ്ട്. അപ്പൊ 4 സൈഡിൽ ഇടണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ഗ്യാപ്പ് അവിടെ വരണം. അപ്പം അതിന് നമുക്ക് റബ്ബർ ഇട്ട് തരും കേട്ടോ. ഒരു 2 ദിവസം ഒരു 3 ദിവസം അങ്ങനെ റബ്ബർ ഇട്ട് വെക്കണം. ആ റബ്ബർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. ഒരു അന്ന് ഉണ്ടാവില്ലെങ്കിലും പിറ്റേ ദിവസം ചെറിയൊരു വേദന എന്ന് വെച്ചാൽ നമ്മളെ പല്ലിന്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ കുടുങ്ങി കഴിഞ്ഞാൽ കാണല്ലോ ഒരു വൃദ്ധിയാനുള്ള ഒരു വേദന. ആ ഒരു വേദന ഒരു 4 ദിവസം നന്നായിട്ടുണ്ടാകും. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈ മുത്തിട്ട് തരിക. ആ അടിയിലും മേലെ മുത്തിട്ട് തരും. ആ മുത്തിട്ട് 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കമ്പി വലിച്ച് കെട്ടിട്ട. മുത്തിട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ ചുണ്ട് ഇങ്ങനെ കൂട്ടാനൊന്നും പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാവും. ഈ ഇവിടെ ഇങ്ങനെ കൊളത്തി വലിക്കൂട്ടാ. ഇവിടെ ഇങ്ങനെ വലിക്കും. ആ മുത്തിട്ട് കഴിയുമ്പോൾ കമ്പി ഇടുമ്പോൾ അത്രക്ക് അങ്ങോട്ട് വലിയില്ലെങ്കിലും നമുക്ക് എന്തായാലും ഒരു പൊറുതിയാണ് ഉണ്ടാവും. കാരണം നമ്മളെ ഇല്ലാത്തത് പെട്ടെന്ന് ഒരു ദിവസം വരികയല്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും എന്തായാലും ഉണ്ടാവും. പിന്നെ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങോട്ട് ധീമ നമ്മള് അതുമായിട്ട് അങ്ങോട്ട് പൊരുത്തപ്പെട്ട് പോണ സമയത്ത് പിന്നെ നമുക്കത് വലിയ വിഷയമുള്ള കാര്യമാവില്ല. അപ്പൊ ഇത് ഇടാൻ പോണ മുമ്പ് ഞാൻ കുറെ ആൾക്കാരോട് ചോദിച്ചിരുന്നു ഇട്ട് കഴിഞ്ഞുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ കുറെ ആൾക്കാരിനോട് പറഞ്ഞത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റൂല, ഞാനൊക്കെ ജ്യൂസ് അടിച്ചിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്, ഒരു ഫുഡും കഴിക്കാൻ പറ്റൂല, നമ്മൾ തടിയൊക്കെ പറ്റ കുറയും, അങ്ങനെയൊക്കെ കുറെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാലോ, പല്ലിൽ കമ്പിട്ട് എന്ന് കരുതിയിട്ട് ഫുഡിന്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണം ഞാൻ വെച്ചിട്ടുണ്ടായിട്ടില്ല. ഞാൻ എല്ലാ സാധനങ്ങളും ഞാൻ തിന്നിട്ടുണ്ട്. അൽഫാം, ഷവാ സംഭവം ഫാസ്റ്റ് ഫുഡ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഞാൻ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ കമ്പി ഇടണ്ടില്ലാതെ കുറച്ചുകൂടി ഒരു തടി ഞാൻ കൂടിയോ എന്നൊരു തോന്നലുണ്ട് കേട്ടോ. കൂടിയത് തോന്നലല്ല, കൂടിയിട്ടുണ്ട്. നമ്മൾ വെയിറ്റ് നോക്കിയ സമയത്ത് അന്നത്തും ഇന്നത്തും വെച്ച് നോക്കുമ്പോൾ കുറച്ച് നമ്മൾ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും തിന്നാൻ പറ്റാത്ത പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ കമ്പിട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമുക്ക് കുറച്ച് ദിവസം ഭയങ്കര ഒരു പൊറുതിയേട് ഉണ്ടാവും. ഒരു 4-5 ദിവസത്തോളം ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെ. കാരണം ഫസ്റ്റ് ഒരു വേദന ഒക്കെ ഉണ്ടാവും കേട്ടോ. നല്ലൊരു അത്യാവശ്യം കുറച്ചൊക്കെ ഒരു വേദന ഉണ്ടാവും. നമുക്ക് ചവക്കാനൊന്നും പറ്റൂല. കാരണം കോട്ടിൽ 4 ഈ ആ പ്ലേറ്റ് വന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കടിക്കുമ്പോഴൊക്കെ ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അതുമായിട്ട് അങ്ങോട്ട് പൊരുത്തപ്പെട്ട് പോണ സമയത്ത് അതങ്ങനെ സെറ്റ് ആവും. പിന്നെ നമുക്ക് വലിയ വിഷയമുള്ള കാര്യങ്ങളൊന്നും ആവില്ല. പിന്നെ നമുക്കിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ചുണ്ടിങ്ങനെ ഇങ്ങനെ 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 ഇങ്ങനെ, പക്ഷെ നമ്മളത് അറിയില്ല. പക്ഷെ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്കത് എന്താ പറയാ, നമുക്ക് തോന്നൂല. പക്ഷെ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ അങ്ങനെ 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 ചുണ്ടാവും. ആ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാ മാസവും ടൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഒരു 3 ദിവസം ആ ഒരു വേദന ഉണ്ടാവും. വേദന എന്ന് വെച്ചാൽ നല്ല വേദന ഒന്നുമല്ല, ഒരു സുഖമുള്ള ഒരു വേദന ഉണ്ടാവുമല്ലോ, ആ ഒരു വേദന ആയിട്ട് ഉണ്ടാവുക. അത് എല്ലാ മാസവും ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 4 ദിവസം അതുണ്ടാവും.
പിന്നെ അങ്ങനെ ചെയ്ത് 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 നമ്മളിപ്പോൾ എല്ലാം അങ്ങോട്ട് സെറ്റ് ആവണം. അത് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് തന്നെ നല്ലൊരു മാറ്റം തോന്നിട്ട് നമ്മളെ ഫേസ് തന്നെ വേറൊരു ഒരു ഇതിക്ക് അങ്ങനെയായിട്ട് മാറി വരുമ്പോൾ ആ കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു സന്തോഷമാണ് ആദ്യത്തും ഇപ്പത്തും കൂടെ അങ്ങനെ കാണുന്ന സമയത്ത്. പിന്നെ ഇതിൻ്റെ മേലത്തെ ഒരു നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അടിയത്തിന്റെ വലിയ ഗ്യാപ്പോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. മേലത്തെ അടിയത്തെ പല്ലെടുക്കേണ്ടി വന്നിട്ട് ചേട്ടാ, മേലത്തെ എന്നോട് പറഞ്ഞു ഈ 2 പല്ല് എടുക്കണമെന്ന് ചോദിച്ചു. ഞാൻ എടുത്തു കഴിഞ്ഞിട്ട് ഇന്നും ടൈറ്റായി വരുന്ന സമയത്ത് നമ്മളെ പല്ല് ഒന്നും കൂടെ ഉള്ളിലേക്ക് പോകും. അപ്പൊ അത്രയ്ക്ക് അങ്ങോട്ട് ഉള്ളിലേക്ക് പോയാൽ കുറച്ചൊരു ബോറാകും എന്നിങ്ങനെ തോന്നിയപ്പോ അങ്ങനെ പല്ല് എടുക്കണ്ടെന്ന് പറഞ്ഞോട്ടാ. ഈ ഒരു ഇത് മതിയല്ലോ, ഇനി ഒരു മാസം കൂടെ ഇടുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഇതിൽ നിൽക്കൂലേ. അപ്പൊ ഈ ഒരു ഇതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി പല്ലെടുത്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ടൈറ്റ് ആകുമ്പോൾ പല്ല് ഒന്നും കൂടെ അങ്ങോട്ട് ഉള്ളിലേക്ക് പോകുന്നു ഉള്ളൊരു ഇതുകൊണ്ട് ഞാൻ അത് വേണ്ട, ഇത്ര മതി എന്നാ പറഞ്ഞത്. നിങ്ങൾ പറയും എങ്ങനെയുണ്ട്, ഇതുപോലെ? ഞാൻ തമ്മിൽ ഒരു ഫോട്ടോ എടുത്താണ് കേട്ടോ, അവിടെ അതാ ഇങ്ങനെ നിന്നത്. അപ്പൊ അങ്ങനെയാണ്. അങ്ങനെ കുറെ വർഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരുപാട് ചെറുപ്പം തൊട്ടേയുള്ള ആഗ്രഹമായിരുന്നു പലരൊന്ന് കമ്പിടണം എന്നുള്ളത്. അന്ന് പല സാഹചര്യങ്ങൾ കൊണ്ടാവും നടന്നില്ല. പിന്നെ ഒന്നും നോക്കിയില്ല. ഇനിയിപ്പോ അങ്ങനെ ഇടാന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോ കഴിഞ്ഞ വർഷം പോയിട്ടത്. അത് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ട് എന്നോ ഇടേണ്ടതായിരുന്നു എന്നിട്ട്, സത്യമായിട്ട് എനിക്ക് തോന്നിയത് എന്നോ ഇടേണ്ടതായിരുന്നു എന്നുള്ളത്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തോന്നുന്നു കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് സെറ്റ് ആവും കേട്ടോ. നമ്മൾ ഈ പ്രായം കൂടുന്തോറും അത് സെറ്റായി കിട്ടാൻ കുറച്ചൊരു ടൈം എടുക്കും. അപ്പം ആ ഒരു ജേണി ഒന്ന് പറയാന്ന് കരുതിയിട്ടാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നത്. എന്തായാലും വേദന ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ വേദന ഉണ്ടാകും. പക്ഷെ അത്രക്ക് വലിയ വേദന ഒന്നും അല്ല, എന്നാലും സഹിക്കാൻ പറ്റുന്ന വേദന ഒക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് ഞാൻ ഫുഡ് കഴിച്ചൊരു വ്യക്തിയായിരുന്നു. നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ്. ഞാൻ ചിക്കനൊക്കെ നല്ല കടിച്ച് വലിച്ചിട്ടാണ് ഞാൻ തിന്നിട്ടുണ്ടായിരുന്നത്. പലരും പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ കരുതി ഒന്നും ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റൂലായിരിക്കും എന്നൊക്കെ. പക്ഷെ അങ്ങനൊന്നുമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാ ഭക്ഷണവും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ പലർക്കും പലതാവും. കാരണം എനിക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ, വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ കമ്പിക്ക് പകരം അലൈനർ എന്ന സാധനം ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് കുറച്ച് റേറ്റ് കൂടുതലുണ്ട് തോന്നുന്നു. അതിനോട് ചോദിച്ചു അത് വേണമെന്ന് വെച്ചപ്പോൾ പക്ഷെ റേറ്റ് കൂടുതലായപ്പോൾ പിന്നെ ഞാനത് വേണ്ട, ഇതെല്ലാം ആക്കിയതാണ്. ഇത് 3 വരുന്നുണ്ട്, 12,000 അതേപോലെ 15,000 18,000 വരേണ്ട. ഞാൻ 15 ഇട്ടിട്ടുള്ളത്. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല കമ്പനിയാണ്. ഞാൻ എത്ര അമ്മാതിരി കൈക്കല് കഴിച്ചിട്ടും വലിയ കേടുപാടുകളൊന്നും പറ്റിയിട്ടില്ല എൻ്റെ കമ്പനിക്ക്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് സംഭവം ഇട്ടിട്ടുള്ളത്. പിന്നെ ഞാൻ കരുതിയത് ഇത് ഇടുന്ന സമയത്ത് നല്ല വേദന ഒക്കെ ഉണ്ടാവുമോ എന്നിട്ട്. നമ്മളിത് അറിയില്ല, നമ്മൾ ആദ്യമായിട്ട് ഇടാൻ പോകണല്ലോ, നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ ഇടുന്ന സമയത്ത്. അങ്ങനെ ഒരു സംഭവവും ഇല്ല. കമ്പി വലിച്ചു കെട്ടണത് വരെ ഒരു വേദനയും സത്യം പറഞ്ഞാൽ ഇല്ല. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു 2-3-4 ദിവസം ആ ഒരു വേദന ഉണ്ടാകും. അത് ഉണ്ടാവും, സ്വാഭാവികം ഉണ്ടാവും. നമ്മൾ പല്ലിങ്ങനെ ടൈറ്റായിട്ട് ഇങ്ങനെ നിൽക്കല്ലേ കമ്പി കെട്ടുമ്പോൾ, മാസം മാസം ടൈറ്റ് ചെയ്യാൻ പോകുമ്പോൾ. അപ്പൊ ആ ഒരു വലിഞ്ഞു നിൽക്കുന്ന ആ ഒരു വേദന ഉണ്ടാവില്ല, അതൊരു 3 ദിവസം എന്തായാലും എല്ലാ മാസവും ഉണ്ടാവും. അത്ര തന്നെ ഉള്ളൂ, അല്ലാണ്ട് വേറെ വലിയ ഇതൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമുക്ക് ആദ്യത്തെ കുറച്ചൊരു മാസങ്ങൾ വലിയ ബുദ്ധിമുട്ട് തോന്നും. നമ്മളെ വായിലൊരു സാധനം, ഇല്ലാത്തൊരു സാധനം അവിടെ വന്ന് നിൽക്കുന്ന സമയത്തുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോൾ അതുമായിട്ട് അങ്ങോട്ട് പൊരുത്തപ്പെട്ട് പോകുന്ന സമയത്ത് വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് ഉണ്ട് തന്നെ നമുക്ക് തോന്നൂല കേട്ടോ. പിന്നെ നമ്മളെ സംസാരവും കാര്യങ്ങളൊക്കെ ഏകദേശം അങ്ങോട്ട് റെഡി ആവും. ഫസ്റ്റത്തെ ഒരു കുറച്ചൊരു മാസങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരും. പിന്നെ അത് അങ്ങോട്ട് സെറ്റായിട്ട് വരും. ഇത് എടുക്കുന്ന സമയത്ത് കുറച്ചൊരു ഇതുണ്ടാവും കേട്ടോ. കാരണം നമ്മളെ പല്ലുമെന്ന് നമ്മളെ പൊരുത്തപ്പെട്ട് കഴിഞ്ഞ സാധനം അങ്ങോട്ട് പോവുകയാണല്ലോ. അപ്പൊ ആ എടുത്ത് കഴിയുമ്പോൾ ആ ഒരു ചെറിയൊരു ഇതെന്തായാലും ഉണ്ടാവും. എടുത്ത് കഴിഞ്ഞവരോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഒരു ഒറ്റക്കമ്പി ഇടാനുണ്ട്. അത് കുറച്ച് മാസങ്ങളെങ്ങാനും ഇടണം തോന്നുന്നു, എനിക്കറിയില്ല, അതിനെ പറ്റി പറഞ്ഞിട്ടില്ല. ഇടേണ്ടി വരും, ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് അയക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ പറയുണ്ടാവുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് മാസങ്ങൾ ഇടേണ്ടി വരും തോന്നുന്നു കേട്ടോ. കാരണം ഇവിടെ അത് എങ്ങനെയാണെന്നുള്ളത് ഞാനത് അയച്ച് അത് വെക്കുന്ന സമയത്ത് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ ഏതായാലും ഞാൻ ഹാപ്പിയാണ് കേട്ടോ. എൻ്റെ പല്ലിപ്പം ഇങ്ങനെ ആയാലും ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. കാരണം ആദ്യത്തിന്ന് ഇങ്ങോട്ട് വന്ന ഒരു മാറ്റം എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇനി 2 മാസം കൂടെ ഇടേണ്ടി വരും തോന്നുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ഇവിടെ, ഇത് കണ്ടില്ല, ഇതൊരിത്തിരി ഒരു ഗ്യാപ്പും കൂടെ ഉണ്ട്. അതൊന്നും കണ്ട് അടയാനും കൂടെ ഉള്ളോട്ടാ. ബാക്കി ഒക്കെ സെറ്റാണ്. അടിയത്ത് പിന്നെ ഇത് ആദ്യം വലിയ ഗ്യാപ്പൊന്നും ഇല്ലായിരുന്നു അടിയത്ത്. അപ്പം
അടിയത്തും ഇപ്പൊ ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്, മേലത്തും സെറ്റ് ആയിട്ടുണ്ട്. കാരണം ഇപ്പൊ ചിരിക്കുമ്പോൾ നല്ലൊരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. ആദ്യം എനിക്ക് ചിരിക്കുമ്പോൾ എന്തോ പോലെയായിരുന്നു, എന്റെ പല്ല് ഇങ്ങനെ നല്ല ഗ്യാപ്പോട് കൂടിയിട്ട്, അതായത് ഇറച്ചി കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പല്ലിനുള്ളിൽ കൊടുങ്ങൂലായിരുന്നു. കാരണം അത്രക്കും ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് അതിനുള്ളിൽ കൂടെയൊക്കെ പോയിരുന്നു കേട്ടോ. എന്റെ ഈ ഫ്രണ്ടത്തെ ഇവിടുന്ന് ഇങ്ങനെ കണ്ട് ഭയങ്കര ഗ്യാപ്പായിരുന്നു. അതിന്റെ ആദ്യത്തെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും അന്നത്തെ ആ ഒരു ഇതും ഇപ്പോഴത്തെ ഇതും. അപ്പം ഹാപ്പിയാണ്. അപ്പൊ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം നോൻപാണ്, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ ക്ഷീണോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇനി പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി പിന്നെ വരാം. ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ ശരി, എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരണം. അപ്പൊ ശരി, പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് പിന്നെ കാണാം.